നമ്മളോടെ കളി ലുബ്ന ജാഫർ അരെ കമന്റ് വായിക്കാൻ വേണ്ടിട്ടേ ചേട്ടന് ശ്രീധുവിനെ കിട്ടണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഈ കമന്റ് വായിക്കണം പോലും. എനിക്ക് അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമില്ല. നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ട സെറ്റ് ആണെന്ന് എനിക്കറിയാം. എനിക്കിങ്ങനെ കമന്റ് വായിച്ച് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? കമന്റ് ഒക്കെ ഇട്ട് എന്താണ്? അപ്പൊ നമ്മുടെ ചാനൽ കണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും വേണോ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും പോസിറ്റിവിറ്റിയും? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ കൂടൂ. പിന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും ഉണ്ട്. UK കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അനഘ അനിൽ കമന്റ് ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ജോബ് കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്നാണ്. താങ്ക് യു സോ മച്ച്. ദുബായിന്ന് കുറച്ച് പേര് ഉണ്ടെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. UK നോർത്തേൺ അയർലൻഡിൽ നിന്നും കമന്റ് വന്നിട്ടുണ്ട്. സൗദിന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അബുദാബി UAE കമന്റ് വന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ ദുബായ്. ജർമ്മനിയിൽ നിന്ന് നമുക്ക് ഷാലു കമന്റ് ഇട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വരെ നമുക്ക് കമന്റ് വന്നിട്ടുണ്ട്. സോ വേൾഡിലെ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കമന്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് വായിച്ചധികം സമയം കളയുന്നില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 51 റിയാക്ട് ചെയ്തിട്ട് വരാം. ഇന്നും ബിഗ് ബോസ് ഹൗസിൽ ഒരു മാറ്റമില്ല. ക്ലീഷേ രാവിലെ നേരം വെളുത്തു പാട്ടിട്ടു. എല്ലാവരും മുറ്റത്തൊന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഒരാൾ മാത്രം ബാത്റൂമിലേക്ക് ഓടി. ജിന്റപ്പ പുറത്തു വെച്ചിട്ടൊന്നും ഊരല്ലേ, ക്യാമറയാണ് എല്ലാരും കാണും. അത് കഴിഞ്ഞ് ദോശ ചുടുന്ന രതീഷിനെയാണ് കാണിച്ചത്. രതീഷ് ജിൻഡോനോട് ചോദിക്കുകയാണ്, ജിൻഡപ്പ എവിടെ തുടങ്ങണം? ജിൻഡോ ബി ലൈക്ക്, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നേരെ മണ്ണത് നോക്കി നടത്തിയാ മതി. നമ്മളന്ന് ജയിലിൽ വെച്ച് പ്ലാൻ ചെയ്തില്ലേ, ആ പ്ലാൻസ് ഒക്കെ അങ്ങനെ തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ല നീ കണ്ടതല്ലേ, എന്ത് തോന്നുന്നു? എന്റെ വാടകളൊക്കെ കണ്ടപ്പോ എന്ത് തോന്നിയ? രതീഷ്, ഞാനിപ്പൊ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇവനോട് പറയേണ്ടി വരും. അപ്പൊ ബിഗ് ബോസ് എന്നെ പിടിച്ച് പിന്നെയും പുറത്താക്കും. അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ കാണാറില്ലേ. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ കാണാറില്ലേ. ആ വിശ്വസിച്ച് ഒരു ചെറിയൊരു രാജാവായി, നാട്ടുരാജാവായി മാറിയിട്ടുണ്ട്. ജിൻഡോ ബി ലൈക്ക്, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഞാനൊരു നാട്ടുരാജാവായിട്ടുണ്ടെന്ന്. നിനക്ക് സ്വയം അങ്ങനെ നീ അതോടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിലും ഇപ്പൊ ഹൗസിൽ ഗെയിം കളിക്കുന്ന ഒരേ ഒരാളുള്ളൂ, അത് ജിൻഡപ്പനാണ്. പവർ ടീമിനെ കുറിച്ച് രണ്ട് നല്ല വാക്കുകളൊന്ന് കേൾക്കാം. ശ്രീരേഖ ചേച്ചി, അതെ രശ്മിനെ, ഞങ്ങളുടെ പവർ ടീമിനെ പറ്റി ഒന്ന് പൊക്കിപ്പറ. ബിഗ് ബോസ് ഹൗസിന്റെ രോമാഞ്ച കുഞ്ചകമാണ് അത് ഞങ്ങളുടെ. അല്ലാതെ ഇതൊന്നും കേൾക്കാൻ ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കേട്ടല്ലേ പറ്റൂ. കണ്ണുകൾ കൊണ്ട് കഥ പറയും. രശ്മി വട്ടത്തിൽ വെക്ക. ശ്രീരേഖ ചേച്ചി ബീലായിക്കൂ, ഞങ്ങളങ്ങ് സുഖിക്കുക. എന്താടാ ചേച്ചി പൊള്ളിയാണ്. രശ്മിനെ മതി കൊണ്ട് ആളുകളെ മയക്കിയെടുക്കുന്നു. അതെന്താ ചിരിക്കുമ്പോ ക്ലോറോഫോം വരുമോ? ഒരു പാട്ട് പാടും. രശ്മിനെ മുണ്ടൊക്കെ എടുത്ത് മാസാവാനുള്ള പരിപാടിയാണ്. മാസ് കൊണ്ടുപോകും. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രീധു രശ്മിനെ ക്യാപ്റ്റന്റെ അധികാരം കൈമാറി. എന്റെ സംശയം അതല്ല, ഈ ബ്ലഡ് പ്രഷർ നോക്കണ സാധനം എന്തിനാ ഈ ക്യാപ്റ്റന്റെ കൈമ കെട്ടിവെക്കണേ? അപ്പൊ 50-ാം ദിവസത്തെ ക്യാപ്റ്റൻ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. ബിഗ് ബോസ് പറഞ്ഞ പോലെ ഇനി കളികൾ മാറാൻ പോവാണ്. കളികൾ മാറാനാ? നിങ്ങൾ കളിക്കുമ്പോഴാ വിശ്വസിച്ചു. അവരുടെ നിഷ്ക്രിയത്വം കണ്ട് ബോറടിച്ചു തുടങ്ങിയെന്ന്. അതെ, ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പവർ ടീമിന് വലിയ പവർ ഇല്ല എന്നാണ് പ്രേക്ഷകര് പറയണത്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. എന്റെയും അഭിപ്രായം വ്യത്യസ്തമല്ല. അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റത്തിനൊരു കാര്യം ചെയ്യും. ആ പവർ ടീം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ എടുത്ത് കളാം. പവർ ടീമിലെ 2 പേർക്ക് ഇപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നതാണ്. അതെ, ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പവർ ടീമിൽ നിന്നും 2 വാഴകൾ എടുത്ത് കളയുക. തിരിച്ചു വന്നിട്ട് അടിണ്ടാക്കി വരും. നോറ ഇതേ ഒരു പേര് തിരിച്ചു വരണേ. നോറയ്ക്ക് എന്താ സന്തോഷം. ഈ ബിഗ് ബോസ് ഹൗസിലെ റിയൽ സാഡിസ്റ്റ് ആണ് നമ്മുടെ നോറ. ഗബ്രി പവർ ടീം പവർ റൂമിൽ ആരെ പുറത്താക്കണമെന്ന് ഡിസ്കസ് ചെയ്യാണ്. നമുക്കൊന്ന് എത്തി നോക്കാം. ഗബ്രീനെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഗബ്രി, നീ പവർ ടീമിൽ കുറെ തവണ വന്നേണതല്ലേ, മാത്രല്ല നീ സ്ട്രോങ് ആണ്. നീ ഒന്ന് ഇറങ്ങിത്താടാ. ആൻഡ് യു ആർ സ്ട്രോങ്. അല്ലെ, സ്ട്രോങ് ഉള്ള ആൾക്കാരല്ലേ പവർ ടീമിൽ നിൽക്കണ്ടേ? എനിക്ക് ഫീൽ ചെയ്യണ ശ്രീരേഖ ഇവിടെ നിൽക്കണം. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം. ഋഷി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
ശ്രീരേഖ ചേച്ചി നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും വേണം, എനിക്ക് ഗബ്രിയും വേണം. ഉറപ്പായിട്ടും അതില് അത് ഗബ്രി. ശ്രീരേഖ ഞാനടാ പൊട്ടനാ. ഗബ്രി എന്തായാലും നമ്മളിവിടെ നിർത്താണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരേഖ ഇവിടെ ഗബ്രിയും ഋഷിയും. അങ്ങനെ ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്നും പുറത്തായി. സേഫ് ഗെയിം കളിച്ചും ഉൾവലിഞ്ഞു നിൽക്കുന്നവരല്ല പവർ റൂമിന്റെ ഭാഗമാകേണ്ടത്. എന്റെ പൊന്നു ബിഗ് ബോസ് ആ ഡയലോഗ് പറഞ്ഞപ്പോ നിലവിലുള്ള ശ്രീരേഖനെ ശരണ്യനെ എടുത്തു കാണിച്ച് അപമാനിക്കണ്ടായിരുന്നു. പവർ ടീമിന്റെ ഭാഗമാകാൻ നിങ്ങളിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട്? ഋഷിക്കും ഗബ്രിക്കും പകരം രണ്ടുപേരെ പവർ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചു. താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞു. നന്ദന, സായി, ജിൻഡോ, ജാസ്മിൻ, സിജോ 5 പേര് എത്തുന്നു. ഗബ്രി എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? എല്ലാരും കേട്ടല്ലോ, പുള്ളിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. ഓക്കെ, പുറത്താക്കണം. അത്തരത്തിൽ അവസാനം അപ്പൊ പവർ ടീമിലേക്ക് കയറാനുള്ള മത്സരം ഇതായിരുന്നു, സംവാദം. ഓരോ റൗണ്ടിലും സംവദിച്ച് ഒരാളെ പുറത്താക്കാം. പുറത്താകാതെ നിൽക്കുന്ന 2 പേരായിരിക്കും. അങ്ങനെ അവസാനം വരെ നിൽക്കുന്ന 2 പേരാവും പവർ ടീമിൽ കയറാം. പുറത്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിൻഡോ ചേട്ടൻ പറയും. നന്ദന വന്നപ്പോ തന്നെ ജിൻഡോനെ പുറത്താക്കണം. ജാസ്മിനെ പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം സിജോ നേരെ പ്ലേറ്റ് മാറ്റി നമുക്ക് ജാസ്മിനെ പുറത്താക്കാം. അല്ലേ പവർ ടീം ജാസ്മിൻ ഒരു ജയിലിലെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വിട്ടിട്ട് പോലും സിജോ ഐഡിയ പറഞ്ഞേനെ, നമുക്ക് ജാസ്മിനെ പുറത്താക്കാം. 2 ആഴ്ചയോ 3 ആഴ്ചയോ പവർ റൂമിൽ നിന്നിട്ട് തന്നെ ഒരു വ്യക്തിത്വവും ഇല്ലാതെ പവർ ടീമിൽ കയറിയ ജാസ്മിൻ എന്തൊക്കെ പരിഷ്കാരങ്ങളാ നടത്തിയെന്നറിയോ? അടി കൊള്ളാണ് ചെയ്തത്. സിജോയും ജിൻഡോയും ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോ ജാസ്മിൻ സായിനോട്, സായി പറയടാ, നിനക്ക് അതിനുള്ള കഴിവില്ല, നീ പറ. കുറിച്ച് ബാക്കി വ്യക്തികൾ എന്ത് ധരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി വല്ലാത്ത ചതിയായി പോയി. അതിനകത്തായുള്ള വ്യക്തികൾ എടാ സായി, നീയും എന്നെ തേച്ചൂലേ? സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. ഓക്കെടാ, നീ സ്ട്രോങ് തന്നെ. ജാസ്മിൻ അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പേടിയായതുകൊണ്ടും ഞാൻ ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടുമാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ വന്നപ്പോ സായി, ഒരു കുഴപ്പമില്ല, അതെ, ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി. ജാസ്മിൻ ഐശ്വര്യ സിജോ ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി വരച്ച് കത്തിച്ചിട്ടുണ്ട്. അതായത് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നോമിനേഷനിൽ വരുമ്പോ ഒരാൾ പോകുന്നതാണ് നമ്മുടെ സിജോ വിചാരിക്കുന്നത്. എന്തായാലും സിജോ ആ തുറന്നല്ലോ, സന്തോഷം. ഔട്ടായി, കട്ടൗട്ടായി നോമിനേഷൻ. ജാസ്മിനെ പോട്ടെ, നല്ല വിഷമം കാണും. ഈ റൗണ്ടിൽ 100% ഉറപ്പാണ് നന്ദനയും സായും കൂട്ട് കളിച്ച് അവർ പവർ റൂമിൽ കയറിയിരിക്കും. തരണായിരിക്കും. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ആയിക്കോട്ടെ. ഓ, ജിന്റെ പ്ലേറ്റ് അങ്ങോട്ട് മറിച്ച്, അതായത് സംസാരിച്ച് നിൽക്കാൻ ജിൻഡോക്ക് പറ്റില്ല എന്നറിയാം. അവസാനത്തെ അളവെടുത്ത് വരുമ്പോ ഞാൻ ഗെയിമറാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഓ എന്റെ പൊന്നു സിജോ, നീ ഗെയിമറാന്ന് നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയാ. എന്റെ പൊന്നു തന്നെ 10 കാലിൽ എങ്ങനെ വഞ്ചി വെക്കണം? ആകെ 2 കാലല്ലേ ഉള്ളൂ. അയ്യേ അപ്സര ബി ലൈഫ് ജ്യൂസ് ഒക്കെ കുടിച്ച് കാണാൻ പറ്റിയ TV ഷോ. അതിന്റെ ഇടയ്ക്ക് ചിന്ത പറഞ്ഞു, ഒരു ആണ് കയറട്ടെ പവർ ടീമിൽ. നന്ദന, നിങ്ങൾ ആണെന്ന് പറഞ്ഞോ? എന്തിയ പെണ്ണുങ്ങൾക്ക് കുഴപ്പം? ജിൻഡോ, അല്ലെ ഫിസിക്കൽ ടാസ്ക് വരുമ്പോ ആണുങ്ങൾക്കാണല്ലോ ഇത്തിരി മുൻതൂക്കം. എന്റെ പൊന്നുതായി, ബിഗ് ബോസിൽ ഇതുവരെ വന്ന വടംവലി മത്സരം, അതുപോലെ തന്നെ റോക്കീനെ മറ്റേ ഇതിന്റെ മോളിൽ കയറ്റി വലിച്ചു പിടിച്ചിരുത്തിയതും പെണ്ണുങ്ങൾ വിചാരിച്ചോണ്ട് ജയിച്ച, ജിൻഡോ വിചാരിച്ചോണ്ടല്ലേ. ജെൻഡർ ഒരു വിഷയമല്ല. അപ്പൊ അങ്ങനെ പറയരുത്. ടാസ്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില ടാസ്കുകൾ ഇതുവരെ കൊടുത്തത് ഇങ്ങനെ മസിൽ പവർ ഉള്ളവർക്ക് ജയിക്കാനേ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ സിജോ നന്ദനയും ജിൻഡോനെ പറഞ്ഞപ്പോ ജിൻഡോന്റെ അവസാനത്തെ അടവ്. ഞാനും സായും പറയണ് നന്ദന ഔട്ടാവണെന്ന്. അല്ല പിന്നെ ജിൻഡോ, ജിൻഡോ ചേട്ടാ എന്റെ പക്കം ഞാൻ കയറട്ടെ, ഞാൻ തീരുമാനിക്കാം. ജിൻഡോ, എടാ നീ എന്നെ ചതിച്ചൂലേ? സിജോ പോ തിരിച്ചു. മണ്ടൻ സായി, പുറത്തുനിന്ന് കളി കണ്ടുവന്ന സിജോക്ക് പവർ ടീമിൽ കയറിയെങ്കിൽ ഈസി ആയിട്ട് കളി മാറ്റായിരുന്നു. ആ കാട്ടുതീ സിജോക്ക് അവിടെ ഇരുന്നാൽ വീട്ടിലിരുന്നു. അങ്ങനെ സായിയും നമ്മുടെ നന്ദനയും കൂടി ഒത്തു കളിക്കാനില്ലാത്ത പോലെ ഒത്തു കളിച്ച് നമ്മുടെ സിജോനെ ഔട്ടാക്കി. ഈ വീക്കും നല്ല 3G പവർ ടീം. ബെസ്റ്റ് ആൾക്കാരാ ശ്രീരേഖ, ശരണ്യ, നന്ദന, സായി. യെസ് ബിഗ് ബോസ്. ഓരോ ടീമുകളുടെയും അംഗബലം കണക്കിലെടുത്ത്
അത് കഴിഞ്ഞ് ക്യാപ്റ്റനോട് ബിഗ് ബോസ് പറഞ്ഞു ശ്രീധുവിനെയും ഗബ്രീനെയും ഋഷിനെയും ഏതെങ്കിലും ടീമിലേക്കൊക്കെ ഇടടാന്ന്. ഗബ്രിയെയും ഋഷിയെയും ഏതൊക്കെ ടീമുകളിലേക്ക് കണ്ണിറക്കി കാണിക്കുന്നോ? എന്താണ് കാര്യം? ഗബ്രി നെക്സ്റ്റിലേക്ക്. ഡെൻ ടീം അഗൈൻ കിച്ചൺ. അതെന്ത് മര്യാദയാണ് രശ്മിനെ? ജിൻഡോനെയും ജാസ്മിനെയും മാത്രമാണ് കിച്ചൺ ടീമിൽ ഇടാൻ പറഞ്ഞത്, അൻസിബേനെ ഇടാൻ പറഞ്ഞിട്ടില്ല. ഡെൻ ടീമിന്റെ ക്യാപ്റ്റൻ ജാസ്മിൻ. ജാസ്മിൻ ക്യാപ്റ്റൻ ആണെങ്കിലും ഈ ആഴ്ചയും അൻസിബ പണിയെടുത്ത് നടുകൂട്ടിയും. സിജോന്റെ ടീമാണ് നൈസ് ടീം. സിജോ, ഗബ്രി, അർജുൻ, അപ്സര കിടില ടീം. അല്ല, ഈ രതീഷിന് എന്തിനാ ബിഗ് ബോസിൽ തിരിച്ചുവൻ സ്വീകരണത്തിൽ റീ എൻട്രി ഒക്കെ കൊടുത്ത? ഇങ്ങനെ നോക്കുത്തിയുടെ പോലെ ഇരിക്കാനാ? ഏതെങ്കിലും ടീമിലിട്ട് കളിപ്പിച്ചാലല്ലേ പുള്ളിക്ക് കളിയിലിറങ്ങി കളിക്കാൻ പറ്റുള്ളൂ. ഇത് ഗസ്റ്റ് പോലെ ഓണന്നിരുത്താനാണെങ്കിൽ എന്താണിത്? തിരിച്ചെടുത്ത് റീ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പട്ടി പോസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അവളെ തിരിച്ചേറ്റിയത്. ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 4 ടീമുകളും പങ്കെടുക്കേണ്ടി വരും. അതിന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഈ വീക്കിൽ 4 ടീമും ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ സെലക്ട് ചെയ്യുക. പച്ച, ചുവപ്പ്, മഞ്ഞ, നീല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ്, യെല്ലോ ഹൗസ് എന്ന് ഗ്രൂപ്പ് തിരിച്ചത് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നു. അത് കഴിഞ്ഞ് പവർ ടീമിന്റെ പട്ടാഭിഷേകമായിരുന്നു. നമ്മൾ എല്ലാരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് പവർ ടീം പറയാണ്, ഈ ആഴ്ച എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദറും സിസ്റ്ററുമായി കഴിയണം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഈ ബിഗ് ബോസിൽ കൂടെ പറന്ന് നടക്കണം. ഇപ്പൊ തന്നെ തെളിയിച്ച് വാഴയാണ്. രതീഷ് എന്താ പറയാൻ വേണ്ടിട്ട്, പക്ഷെ രതീഷിന് ഒരു വിലയില്ലാത്തതുകൊണ്ട് ആരും കേൾക്കണില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടിയപ്പോ രതീഷ് പവർ കാണണം. അല്ലെ നോറയ്ക്ക് എന്ത് പറ്റി? അത് സ്ക്യൂസ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ജിൻഡോൻ ജാസ്മിനും കൈ പിടിച്ചിരിക്കണ ശരിക്കും ഈ കോമ്പോ എന്നാ പൊളിക്കും. കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആളാ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആയിരിക്കും. പൊളി ക്യാപ്റ്റൻ മാസുടാ. കാരണം അത് ക്യാപ്റ്റന്റെ തീരുമാനമായിരിക്കും. എന്റെ പൊന്നു രശ്മിയെ, കഴിഞ്ഞ ആഴ്ചത്തെ ഫിസിക്കൽ ടാസ്കിന്റെ റിസൾട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, നീ എന്തിനാ ഇപ്പൊ പറയുന്നേ? എന്റെ പേര് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഫിസിക്കൽ ആക്രമിച്ചു. ഈ അറ്റാക്ക് ചെയ്തു എന്നുള്ള ടാഗ് ജിൻഡോനെ മാത്രം ലക്ഷ്യം വെച്ച് പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ജിൻഡോ എന്ന് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇവിടെ അറ്റാക്ക് നടത്തിയത്, അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്. ശ്രീധുവിനെ ഈ അഭിഷേക് ഹൗസ് മറ്റേ സ്പിയർ അടിച്ച് മറിച്ചിട്ട് നിങ്ങൾ മറന്നുപോയാ? അതെന്താ ഫിസിക്കൽ അറ്റാക്ക് അല്ലേ? മുടിയാ നിനക്ക് തലയില മുടി മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളില് ആൾതാമസം ഇല്ലേ? എന്നെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതുകൊണ്ട് മാറിപ്പോലെ. എന്റെ പാവം ശ്രീധുവിനെ സമ്മർച്ചോട്ടല്ലല്ലോ, സ്പെയർ അടിച്ച് മറിച്ചിട്ട് ഞാൻ മറക്കണോ? നോറയ്ക്ക് ഇത് എന്ത് പറ്റി? 5 മിനിറ്റ് ചിരിച്ചോണ്ടിരിക്കും, അതേ 5 മിനിറ്റ് കരഞ്ഞോണ്ടിരിക്കും. എന്താണ് ഇത്? ഇവൻ എന്തിനാ കിടന്ന് പൊള്ളണേ? കൂടെയാണോ ചെയ്തേ? അവരുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിച്ചു. ജിൻഡോ ആദ്യമായിട്ട് പറയുന്ന കാര്യത്തിൽ ഇത്തിരി പോയിന്റ് ഉണ്ട്. ഋഷി എന്തൊക്കെ മണ്ടത്തിലൊക്കെ വിളിച്ച് പറയുന്നേ? നീ എന്റെ പേര് വിളിച്ചപ്പോഴാണ് ഞാൻ അഭിഷേകിന്റെ പേര് പറഞ്ഞത്. നീ എന്തെങ്കിലും ജിൻഡോ, നീ ആരുടെ പേടിപ്പിക്കണേ? എന്നെയാ പേടിപ്പിക്കണേ? നല്ലൊരു അടി കണ്ട കാലം മറന്നു. ഓ, ഇത് അടിയിലെത്തിയില്ലേ? അതായിരിക്കണം ഇപ്പോൾ നടക്കാൻ പോകുന്ന നോമിനേഷനിൽ. അത് കഴിഞ്ഞ് നോമിനേഷൻ ആയിരുന്നു. അപ്പൊ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടാം. അപ്പൊ അത് ജിൻഡോന്റെ പേര് പറയാന്ന് വിചാരിച്ചു. പക്ഷെ ജിൻഡോനെ എല്ലാ വീക്കും ഈ പവർ ടീം തന്നെ എടുത്ത് നോമിനേഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജിൻഡോനെ കട്ട് ചെയ്തു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിന്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തു. ജാസ്മിന്റെയാണ് കാരണം. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വൽ നോമിനേഷൻ ആയിരുന്നു. അൻസിബെ തന്നെ പറയുക. പാടില്ല, നിലവാരമില്ല, നാണല്ല, മാനല്ല, സംസാരിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. സെറേൻ, ശ്രീതും ക്യാപ്റ്റനും പവർ ടീമും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. എല്ലാവർക്കും പിരിഞ്ഞു പോകും. അപ്സരയിലേക്ക് ഞാൻ രക്ഷപ്പെട്ട് അർജുന്റെ ബാക്കിൽ ഒളിച്ചിരിക്കാം. എന്റെ പൊന്ന് ഗബ്രി, അഭിഷേക്, ഋഷി, നോറെ, ഈ വീക്കിൽ കളി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ഔട്ടാ. ലൈൻസ് കെട്ടി തന്നിരിക്കുന്ന വടി കയ്യിൽ പിടിക്കുക. അടുത്തത് ഒരു ഫൺ ടാസ്ക് ആയിരുന്നു. നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ പെട്ടെന്നാണ് ആ റീല് ബിഗ് ബോസിന്റെ മൈൻഡില് സ്ട്രൈക്ക് ചെയ്തത്.
എന്നാൽ ഈ ഗെയിം അവർക്ക് കൊടുക്കാം. ബസർ അടിക്കുമ്പോൾ റസ്മിൻ അപ്പൊ മത്സരം ഇത്ര ഉള്ളതായിരുന്നു. ഫ്രണ്ടില് മുറ്റത്ത് ഒരു റൗണ്ടില് ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. ആ വട്ടത്തിൽ കയറി നിൽക്കണം. തന്നിരിക്കുന്ന മറ്റേ മണി പോലത്തെ സാധനവും അതുപോലെ തന്നെ മറ്റേ സൗണ്ട് വരുന്ന തത്തമ്മയുടെ സാധനവും നമ്മൾ കാലുമ കെട്ടി നടക്കണം. കേസ് നമുക്കാണ് അടി കൊള്ളുന്നതെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടി അതിന്റെ പുറത്ത് നിന്ന് അടുത്ത ദിവസം അടിക്കും കൊണ്ട് വേണം കളിക്കാൻ. പുറത്തു പോകുന്നവർ അപ്പൊ ആ കാണുന്ന വട്ടം കണ്ടില്ലേ, അതിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വട്ടത്തിൽ ഔട്ടാവും. കളി തുടങ്ങിയ ആദ്യ സെക്കൻഡിൽ തന്നെ നമ്മുടെ അഭിഷേക് ജാസ്മിനെ പിടിച്ച് തള്ളി പുറത്തേക്കാക്കി. ജാസ്മിൻ പറയണേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. നീ കളിക്കണ്ട, നീ ആ ഗെയിമിൽ നിന്ന് ഔട്ടായി, അവിടെ പോയി. രതീഷിന്റെ പോലെ ഗസ്റ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ നോക്കൂത്തി ആവേണ്ട ആള് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയാലോ, ഇൻസ്റ്റാഗ്രാമിൽ ഈ ഗെയിം എപ്പോ കണ്ടാലും നല്ല കോമഡി സാധനമാണ്. ഇതിൽ അടി കൊള്ളുന്നതും അടി കിട്ടുന്നതും ആ ഓടുന്നതൊക്കെ രസമുണ്ട്. ഇത്രയും നല്ലൊരു ഗെയിം വന്നിട്ട് പോലും ഏൽക്കുന്നില്ലല്ലോടെ. എന്താ ഗതികേടുണ്ട് കേട്ടോ നിങ്ങക്ക്. പാവം ശ്രീധുവിന് നല്ല അടി കിട്ടി. അങ്ങനെ അവസാനം അർജുനും അപ്സരയും മാത്രമായി. അതെങ്ങനെ ഔട്ടാൻ പുറത്തുപോയില്ലല്ലോ, ഇവർക്ക് കണ്ണും കണ്ടൂടെ. അങ്ങനെ അവസാനം അപ്സര ജയിച്ചു. ഗബ്രിയും ജാസ്മിനും കളി മാറ്റുന്നു. കാരണം എന്താണെന്നറിയാലോ, രണ്ടുപേരും എവിക്ഷനിലുണ്ട്. ടീം അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്തൊരു ദേഷ്യം. ഓ കലിപ്പനും കാന്താരിയ അല്ല പിന്നെ നീ പറഞ്ഞെടുത്തപ്പോഴാണ് ജിൻഡോ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ നീ കൂടി ചേർത്ത്. അവൻ സത്യമാണ് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവളുടെ ആളല്ലോ. ജിൻഡോ പുറത്തിരുന്ന് നമ്മുടെ രതീഷ് എന്നോട് പറയാണ്, അവിടെ ഇരുന്ന് ഗബ്രി പറഞ്ഞത് ജാസ്മിന് നല്ല അടിയായി. അവനെ ജയിക്കാൻ വേണ്ടിട്ടല്ലേ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ് റീസൺസ്. ശ്രീധു ജയിച്ചത് അവൻ തന്നെ തേച്ചു. ഇത് മൈദമാവ് ഇട്ട് തേച്ച് ഒട്ടിച്ചു. ജിൻഡോ രതീഷിന്റെ ടോക്കണയിലെ കോമഡി. നിന്നോടല്ല ഞാൻ ചോദിക്കണേ. ജാസ്മിൻ പറയും ജാസ്മിന് പകരം ശ്രീധു ഉണ്ടെങ്കിൽ ഡെൻ ടീം ജയിച്ചേനെന്നാണ് നീ പറയണേന്ന്. അടങ്ങുന്ന ഈ 4 പേരടങ്ങുന്ന ടീം. ഗബ്രി പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ ശ്രീധു ഉള്ള ടീമായിരുന്നെങ്കിൽ നിങ്ങൾ 4 പേരായിട്ട് ഈസി ആയിട്ട് ഗെയിം കളിച്ച് ജയിച്ചേനെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, തല കറങ്ങി പട്ടി കഥക്കണ പോലെ കഥച്ചോണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അന്നും. അഹങ്കാരം, ഭയങ്കര അഹങ്കാരം. ബുദ്ധിയുള്ള ഇതിനും ബുദ്ധിയില്ല. ഇപ്പൊ നമ്മുടെ പിന്നെ രതീഷേട്ടനും ജിൻഡോ പറയാ, ഗബ്രി ബുദ്ധിമാനാ. അവൻ നമ്മളിരിക്കുമ്പോ ആ സാധനം ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവൻ നല്ല മൈൻഡ് ഗെയിമറാ. അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ചിട്ട് അവൻ പറയൂ. പക്ഷെ മറ്റേ കൊച്ചുണ്ടല്ലോ ജാസ്മിൻ, അതിന് 10 വയസ്സുള്ള പോകില്ലേ. അതെന്തോ ഒരു പാട്ട് കേക്കണേ. ബോസില് ഇപ്പൊ ഇടാൻ പറ്റിയ ബെസ്റ്റ് സോങ് ആണ് ഇത്. പിന്നെ ഒന്നിച്ചുറങ്ങും അവൾ നിന്നെ വിളിക്കും, അവൾ ആടി കളിക്കും, നിന്റെ കൂടെ കളിക്കും, പിന്നെ ഒന്നിച്ചുറങ്ങും പണ്ടേ. നല്ല സൂപ്പർ പാട്ടും സിറ്റുവേഷനും അടിപൊളി മൊത്തത്തിലുണ്ടല്ലോ. ഈ സീസൺ ഉണ്ടല്ലോ, ഡയറക്ടറെ ഇവരൊക്കെ എന്റെ കൈ കിട്ടിന് കുണിച്ചിരുന്ന് ഇടിയാന്നുണ്ട്. എന്ത് നല്ല പരിപാടിയായിരുന്നു. ഇതിങ്ങനെ അലമ്പാക്കണമായിരുന്നോ? എന്തായാലും ബിഗ് ബോസ് സീസൺ 6ന്റെ 51ാമത്തെ എപ്പിസോഡിന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 52 നമുക്ക് നാളെ കാണാം. അതുവരെ